ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളൊരു ഷെയർ ചെയ്യുന്ന റെസിപ്പി നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിന്റെ റെസിപ്പിയാണ്. പഴുത്ത മാമ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പുഡിങ്ങിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ സൈസിലുള്ള ഒരു വലിയ മാങ്ങയാണ്. നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. ചെറിയ സൈസിലുള്ള മാങ്ങയാണെങ്കിൽ 2 എടുക്കണം. ആദ്യം മാങ്ങയുടെ നെറ്റിന്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി മാങ്ങ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത മാങ്ങ കഷ്ണങ്ങൾ കത്തി കൊണ്ട് ഇതുപോലെ നീളത്തിലും കുറുകെയും ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ എടുത്ത് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് വടിച്ചിട്ട് കൊടുക്കണം. എല്ലാ മാങ്ങയും ഇതുപോലെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ട് കൊടുക്കാം. മാങ്ങയുടെ പൾപ്പെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് ഇതൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കണം. മാങ്ങ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് വീണ്ടും ഒന്ന് നല്ലതുപോലെ അടിച്ചെടുക്കണം. മാങ്ങയും പാലും കൂടി നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. കസ്റ്റർഡ് പൗഡർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിന് പകരമായിട്ട് കോൺഫ്ലവർ വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കട്ടയില്ലാതെ എടുക്കണം. കോൺഫ്ലവർ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി പാൻ സ്റ്റൗവിൽ വെച്ച് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. ഇത് നല്ലപോലെ തിളച്ചൊന്ന് ചെറുതായിട്ട് കുറുകി വരണം. 3-4 മിനിറ്റ് സ്റ്റൗവിൽ വെച്ച് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ചെറുതായിട്ട് കുറുകി ബബിൾസ് ഒക്കെ വരുന്നത് കാണാം. ഈ സമയത്ത് ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡും കൂടെ ചേർത്ത് കൊടുക്കാം. കസ്റ്റർഡ് പൗഡർ ഒഴിക്കുന്ന സമയത്ത് ഒരു കൈ കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. വീണ്ടും സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കണം. കസ്റ്റർഡ് എല്ലാ ഭാഗത്തിന് കുക്കായി നല്ലതുപോലെ ഒന്ന് കുറുകി വരണം. കൈ എടുക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കട്ട പിടിക്കാതെ അടിയിൽ പിടിക്കാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ കസ്റ്റർഡ് എല്ലാം നല്ലതുപോലെ കുറുകി ബബിൾസ് പോലെയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കൂടുതൽ കുറുകിപ്പോയി നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കാനുള്ള ഒരു പാകത്തിൽ വേണം എടുക്കാനായിട്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ചൂടോടുകൂടെ തന്നെ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ആക്കി വെക്കണം. പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കയ്യിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. സ്റ്റീൽ പ്ലേറ്റോ കേക്ക് ടിന്നോ അല്ലെങ്കിൽ സെറാമിക്കിന്റെ പാത്രമോ അത് ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഇത് ഒഴിച്ചു വെക്കാം. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ മോൾഡ് ഉണ്ട്. ഞാനിതിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പുഡിംഗ് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു സ്റ്റീലിന്റെ കട്ടോരിയിലും കൂടെ ഒഴിച്ചു വെക്കുന്നുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ചെറിയ പാത്രങ്ങളുണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു വെച്ചാലും മതി. ഒഴിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് തടവി കൊടുക്കണം. പുഡിംഗ് മോൾഡിനും പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം പതുക്കൊന്ന് കയ്യിലെടുത്ത് താഴേക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് തണുത്ത് സെറ്റായിട്ട് വരാനായിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇപ്പൊ പുഡിംഗ് തണുത്ത് ചെറുതായിട്ട് സെറ്റായെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ച് 2-3 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പുറത്തേക്ക് എടുക്കാം. കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വിട്ടു വരുന്നത് കാണാം. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. മോൾഡിൽ ഒഴിച്ചു വെച്ച പുഡിംഗ് നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. മോൾഡ് പതുക്കെ കൈ കൊണ്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. പുഡിംഗ് എല്ലാം പുറത്തെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാൻ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഒക്കെ വെച്ചിട്ട് ഞാനിവിടെ ഒരു ചെറി 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതും മിന്റ് ലീവ്സ് വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റിയുമായി നമ്മുടെ മാംഗോ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്